Hello everyone, it's me Pooja here and welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലാണ്. പലരും പറയാറുണ്ട് മുൻപൊക്കെ ഭയങ്കര നിറായിരുന്നു, പക്ഷെ ആകെ വെയിൽ കൊണ്ടുപോയി, ആകെ കരുവാളിച്ചു പോയി, ആകെ ടാൻ ആയി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് സ്റ്റെപ്പോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ്. ഈ 3 സ്റ്റെപ്പും ഞാൻ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഇത് എന്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് റോസ് വാട്ടറാണ്. അതിനുശേഷം ഈ റോസ് വാട്ടറിലേക്ക് കുറച്ച് പാൽ കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാല് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു കോട്ടൺ ബോൾ കൊണ്ട് മുക്കിയിട്ട് എൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കാരണം നമ്മളിത് വീണ്ടും ഒരു ക്ലീൻ കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുഖത്തും കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുക. കഴുത്ത് ഒരിക്കലും മറക്കരുത്. നമ്മൾ മുഖത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കഴുത്തിലും ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിന് മുൻപ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം വേണം ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. പാലും റോസ് വാട്ടറും നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിൽ എന്തെങ്കിലും സൺബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് സൂത്തൻ ചെയ്യാനായിട്ട് പറ്റിയൊരു സംഭവമാണ് ഈ പാലെന്ന് പറയുന്നത്. മാത്രമല്ല റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനും നല്ലൊരു കൂളിംഗ് നമ്മുടെ സ്കിന്നിന് തരാനും പറ്റിയൊരു സംഭവമാണ്. ഇനി ഇത് മുഴുവൻ ഞാൻ വേറൊരു കോട്ടൺ വെച്ചിട്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സ്കിൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പുളിയുള്ള തൈര് നോക്കി ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പകുതി ചെറുനാരങ്ങ മുഴുവനൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കുക. ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം സർക്കുലർ മോഷന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഉരയ്ക്കരുത്. വട്ടത്തിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ആ ഡെഡ് സെൽസും അതുപോലെ തന്നെ എക്സ്ട്രാ ഇരിക്കുന്ന ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതിൽ കോഫി പൗഡറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. ചെറുതായിട്ട് തരിയുള്ള അരിപ്പൊടി ഉപയോഗിച്ചാലും നല്ലത് തന്നെയാണ്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, കാരണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, കഫീൻ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഏജിങ് ഒക്കെ കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് കോഫി പൗഡർ. പിന്നെ നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈര് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുമാത്രമല്ല നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചെറുനാരങ്ങ നീര് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊണ്ടുവരാനും നല്ലത് തന്നെയാണ്. ചെറുനാരങ്ങ നീര് നിങ്ങളുടെ മുഖത്തിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് കേട്ടോ. പറ്റാത്ത സാധനങ്ങൾ ഉപയോഗിക്കരുത് ഒരിക്കലും സ്കിന്നിൽ. അതുപോലെ നിങ്ങളുടെ മുഖത്ത് നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷനൊന്നും ഇല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്ത് തന്നെയാണെങ്കിലും നന്നായിട്ടൊരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത്തിരി ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ കഴുകിക്കളയാം. ഇളം ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡീടാനിങ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്നത് ഓട്സിൻ്റെ പൊടിയാണ്. അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ട്, നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പ്യൂരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുനാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക.
ഇനി നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് ഫേസിലും നെക്കിലും നിങ്ങൾക്ക് കയ്യിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ സ്കിന്നിൽ എവിടെയാണ് ടാൻ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഏരിയാസിലൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കാണ്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓട്സ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും നമ്മുടെ പോഴ്സിനെ അൺക്ലോഗ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒരു വിധമായിട്ടുണ്ടാവും, നല്ലോണം ഡാമേജായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സൺ ഡാമേജൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന തക്കാളി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പൊക്കെ നന്നായിട്ട് തന്നെ മാറ്റി തരുകയും ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കടലമാവ് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എക്സസ് ഓയിൽ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് മിക്കവർക്കും മുഖക്കുരുവിൻ്റെ പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ, അതായത് മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലമാവ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കാം, കസ്തൂരിമഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം, അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത്. അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒരുപാട് നേരം നിങ്ങളുടെ മുഖത്ത് വെക്കരുത്. ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, ഏതാണെങ്കിലും ഒരുപാട് നേരം നമ്മുടെ സ്കിന്നിൽ വെക്കരുത്. പ്രത്യേകിച്ച് ഇത്, കാരണം ഇതിൽ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്, ഓട്സിൻ്റെ പൊടിയുണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ഓയിലി ആക്കും. അതുകൊണ്ട് ഇത് ഒരുപാട് നേരം വെക്കരുത്. ഒരു 15 മിനിറ്റ് നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര ഓയിലി സ്കിന്നുള്ളവരാണ്, നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കടലമാവോ പയറുപൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കഴുകുക. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ, അതായത് ഒരൊറ്റ വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. പക്ഷേ മുഴുവനായിട്ട് നിങ്ങളുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഈ ഫേഷ്യൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ടാൻ മുഴുവനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.